യു.എസ്. കൈക്കൂലി കേസിൽ ഗൗതം അദാനിക്ക് സമൻസ് അയക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. അഹമ്മദാബാദിലെ സെഷൻസ് കോടതിക്കാണ് കേന്ദ്ര നീതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സമൻസ് അയക്കണമെന്നാവശ്യപ്പെട്ട് യു.എസ്. സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, ഒടുവിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നീങ്ങേണ്ടി വരുന്നു അദാനിക്കെതിരെ എന്നുള്ളതാണ്. അത്തരത്തിലൊരു സമ്മർദ്ദം രൂപപ്പെട്ടത് എങ്ങനെ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിൻഷാദ്, സൗരോർജ്ജ പദ്ധതികൾക്ക് ഈ കരാർ ലഭിക്കാൻ വേണ്ടി അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയ കേസിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സമൻസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ സമൻസ് ഈ ഗൗതം അദാനിയുടെയും അനന്തരവൻ സാഗർ അദാനിയുടെയും വീട്ടിൽ എത്തിച്ചു നൽകണമെന്നുള്ള ആവശ്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 25-ന് അഹമ്മദാബാദ് ജില്ലാ സെഷൻസ് കോടതിക്ക് ഈ നിയമ മന്ത്രാലയം ഈ സമൻസ് അയക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് 1965-ലെ ഹേഗ് സർവീസ് നിയമപ്രകാരം ഈ വിദേശ രാജ്യങ്ങളിൽ ഫയൽ ചെയ്ത കേസുകളിൽ നിയമസഹായത്തിന് മറ്റൊരു രാജ്യത്തെ സമീപിക്കാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യു.എസ്. അധികൃതർ ഇത് സംബന്ധിച്ച് കേന്ദ്ര നീതിന്യായ മന്ത്രാലയത്തിന് സമൻസ് കൈമാറണമെന്ന ആവശ്യവുമായി സമീപിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് നിർബന്ധിതരായിരിക്കുന്നു എന്ന് വേണം പറയേണ്ടി വരും. 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ വൈദ്യുതി വിതരണ കമ്പനികളിൽ നിന്ന് സൗരോർജ്ജ കരാറുകൾ നേടുന്നതിന് 2029 കോടി രൂപയിലേറെ കൈക്കൂലി വാങ്ങിയെന്ന കേസ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അദാനി ഗ്രൂപ്പ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയം തന്നെ ഇടപെട്ടുകൊണ്ട് സമൻസ് അയക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അജിൻഷാദ്. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ വിശദാംശം.